ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ കടാക്ഷം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും യഥേഷ്ടം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ശ്രീ രവി ചങ്കത്ത് ഇന്ന് വേദിയിലെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്വാമിജി, അതൊരു ഭാഗ്യമാണ്. ഗുരുവായൂർ ഇന്ന് എനിക്കിവിടെ വരുവാൻ സാധിക്കുന്നതും ഈ വേദിയിൽ ബഹുമാനപ്പെട്ട സ്വാമിജി ചിദാനന്ദപുരി സ്വാമിജികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ അനന്ത കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവായൂരുകാർ, അതുപോലെ പൈതൃകം സഭ ഒരു അവാർഡ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ മാടക്കാവിൽ തറവാട്ടിൽ ജനിച്ച് ഈ വഴികളിലൂടെ ഓടി കളിച്ചും ഈ ഇടവഴിയിലൂടെ അമ്പലത്തിൽ പോയി വളർന്നു വന്ന് എനിക്ക് കൊച്ചിൻ കപ്പൽശാലയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചതിലും അതിലൂടെ കൊച്ചിൻ കപ്പൽശാലയ്ക്കും ഭാരതത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്കും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കഴിവാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു പലപ്പോഴും ഇന്നത്തെ പുതിയ മാനേജ്മെൻറ്റ് തലത്തിൽ പറയുന്ന ഒരു ഫിക്സ് എ ഗോൾ ആൻഡ് വർക്ക് ടുവേർഡ്സ് എ ഗോൾ എന്ന് പറയുന്നതിനേക്കാളും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ചില ലക്ഷ്യങ്ങൾ, ചില മാനങ്ങൾ, ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഉദ്ദേശത്തിലേക്ക് നടക്കുവാനായിട്ട് അനുഗ്രഹം വേണം, ശക്തി വേണം, ബുദ്ധി വേണം, കൈകളിൽ പ്രവർത്തന കഴിവ് വേണം എന്ന് മാത്രം എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്, ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സ്വന്തമായിട്ടുള്ള കഴിവ്, നമ്മുടെ കഴിവ് എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും നമുക്ക് അഹങ്കാരം തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്നും തിരിച്ചറിയുന്നത് നമ്മളൊരു നിമിത്തം മാത്രം, നമ്മളൊരു നിയോഗം മാത്രം, നമ്മുടെ ജോലി, നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഒരു നിയോഗം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത്. ഉദ്ദേശം 38 വർഷക്കാലമായിട്ട് കൊച്ചിൻ കപ്പൽശാലയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതൊരു ഭാഗ്യമാണ്. കാരണം കപ്പൽ നിർമ്മാണമോ കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവിടെ പറഞ്ഞു, ഷിപ്പ് റിപ്പയർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, അതൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയാണ്. ആ ഗ്ലോബൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യ ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഭാരതം ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റുപിടിച്ച് 2047 ആവുമ്പോഴത്തേക്കും നമ്മൾ അമൃത് കാൽ എന്ന് പറയുന്നത് വികസിത് ഭാരത് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി ഇന്ന് 77 വർഷം കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് എത്തി നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മളെപ്പോലെയുള്ളവർ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ അർത്ഥത്തിലും ഭാരതത്തിലെ എല്ലാവരും ഉൾക്കൊണ്ട് ഉള്ളൊരു നന്മ നിറഞ്ഞൊരു ഭാരതം. അതിന്ന് നമ്മൾ ഇവിടെ കാലത്ത് ഇന്ന് ഭജന കഴിഞ്ഞപ്പോൾ സ്വാമിജി അവിടെ പറഞ്ഞിരുന്നു, ആ ഒരു മാറ്റത്തിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചു എന്നുള്ളതിൽ, അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് സന്തോഷം. കാരണം എന്നും വളരെ വ്യക്തമായിട്ട് തന്നെ പറയട്ടെ, ഇന്ന കാര്യം വേണം എന്നൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. നല്ല വഴി ഏതാണെന്ന് അറിയില്ല, പക്ഷെ നല്ല വഴി എന്താണെന്നുണ്ടെങ്കിലും കാണിച്ചു തരണം, നേരായ വഴി നയിക്കണം, ചെയ്യുന്ന പ്രവൃത്തി നന്നായി വരാവൂ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഇന്ന് ഇതുപോലെയുള്ള അവാർഡ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയും ബ്രദറിലോയും എല്ലാവരും കൂടെ ഇരിക്കുന്ന ഈ വേദിയിൽ ഇവിടെ ഗുരുവായൂരിലെ എല്ലാവരും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ ആ അവാർഡിന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മൾ ആ പ്രാർത്ഥന
ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരായ വഴി കാണിച്ചു തരണം എന്നുള്ള പ്രാർത്ഥന. അത് നേരായ വഴി തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇതുപോലെയുള്ള അവാർഡുകൾ. അത് വീണ്ടും ശക്തിയാണ്, അത് വീണ്ടും പ്രചോദനമാണ്. കാരണം അത് നമുക്കത് ആവശ്യമുണ്ട്. ഭാരതം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മിസ് ചെയ്തു പോയിരിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ദ ഷിപ്പ് ബിൽഡിംഗ് പാർട്ട് ഓർ ദ ഷിപ്പ് റിപ്പയർ പാർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ പാർട്ടിനേക്കാളും കൂടുതൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 35 വർഷം മുമ്പ് ഞാൻ കൊച്ചിൻ കപ്പൽശാലയിൽ ചേരുമ്പോൾ കൊച്ചിൻ കപ്പൽശാലയുടെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ഓൾമോസ്റ്റ് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതിൻ്റെ പക്കത്ത് എത്തിയിരുന്ന ഒരു സ്ഥാപനം. സമൂഹത്തിൽ പലരും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നത്? കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാം താറുമാറായിരിക്കും. ഒരു ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, അവിടെ അഴിമതി ഉണ്ടാവും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് വിശ്വസിച്ച് വന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് ഒരു ഉദ്ദേശം 40 വർഷം ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ സാധിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഭാരതത്തിൽ നിന്ന് സ്കോളർഷിപ്പും കിട്ടി. ജപ്പാനിൽ ചെന്ന് മാസ്റ്റേഴ്സ് ബിരുദം എടുത്ത്, പക്ഷെ തിരിച്ച് നാട്ടിൽ വന്ന് തിരിച്ച് വേറെ പലയിടത്തും ജോലിക്കും ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നത് വിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് നമ്മൾ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ ഒരു ടീമാണ്, ഒരുപാട് ആൾക്കാരാണ്, ഒരുപാട് സുമനസ്സുകളാണ്. കാരണം നമ്മളത് കാണുന്നില്ല എന്നേ പലപ്പോഴും. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരുന്നത് വിശ്വാസമാണ്. വി ഹാവ് ലോസ്റ്റ് ബിലീഫ്. നമ്മൾ ഭാരതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വളരെ സ്ട്രോങ് ആയി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് ഭാരതത്തിലെ ഒരു ട്രാൻസിഷൻ, ഭാരതത്തിലെ ഒരു യങ് ഇന്ത്യൻ്റെ ബിലീഫ്, അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഭാരത്, അതിന് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംസ്കാരമാണ് നമുക്ക്. ഈ സംസ്കാരമുള്ള നമുക്ക്, ഈ സംസ്കാരം സ്വാമിജിയെ പോലെയുള്ള ആളുകളുടെ ഒന്നും വേണ്ടാത്ത എല്ലാം ത്യജിച്ച് സമൂഹത്തിന് മാത്രം, മനുഷ്യർക്ക് മാത്രം ഇവിടുത്തെ ഓരോ ലോക സംസ്ഥ സുഖിനോ ഭവന്തോ എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യരും മൃഗങ്ങളും നമ്മുടെ പ്രകൃതിയും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഇതുപോലത്തെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിട്ട് എങ്ങനെയാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഇവിടെ ഒന്നും നടക്കില്ല, ഈ ഭാരതത്തിലൊന്നും നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം വന്നത്? ഹൗ ഡിഡ് വി ലൂസ് ബിലീഫ്? ആ ബിലീഫ് പോയത് തിരിഞ്ഞുള്ളൊരു വരവാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആ തിരിഞ്ഞുള്ള വരവിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഭാരതം ഒരുപാട് മുന്നോട്ട് പോകും. കാരണം ലോകം അത് തിരിച്ചറിയുന്നു. ആ ബിലീഫിൻ്റെ പാർട്ടാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, സത്യസന്ധത. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് എന്നും ഞാൻ പറയുന്നത് മനസ്സാക്ഷി. അതിനേക്കാൾ ഭംഗിയുള്ളൊരു വാക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിന് കോൺഷ്യൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ മനസ്സാക്ഷി എന്ന് പറയുന്നതിനായിരിക്കും ഏറ്റവും വലിയ വാക്ക്. കാരണം മനസ്സിനകത്തെ ഒരു സാക്ഷി, എ വിറ്റ്നസ് ഇൻസൈഡ് യുവർ മൈൻഡ്. നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ പറഞ്ഞ ഒരു ക്രിമിനൽ കേസിൽ, ഒരു കോടതിയിൽ ഒരു ആക്ച്വൽ വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിറ്റ്നസ് ഞാനിത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിയമവും നടക്കില്ല. നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്, ആ മനസ്സാക്ഷി നമ്മൾ പറയുന്ന പോലെ മനസ്സാകുന്ന മണിമന്ദിരത്തിൽ കുടിയിരിക്കുന്ന ഈശ്വരനെ കാണുന്ന ഒരു സാക്ഷി. ആൻഡ് ദിസ് വിറ്റ്നസ് ഇസ് എ ബിറ്റ് ഓഫ് എ ഡിഫറെൻറ്റ് വിറ്റ്നസ്. കാരണം ഈ വിറ്റ്നസ് പ്രവർത്തനം മാത്രമല്ല കാണുന്നത്, ചിന്തകൾ കാണുന്നു, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു സാക്ഷി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ സാക്ഷിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കിൽ സമർപ്പിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ആ ശ്രമം നേരായ വഴിയാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുമ്പോൾ അതിൽ പരം സന്തോഷം. ഇന്നത്തെ ഗുരുവായൂർ അമ്പലനടയിൽ സ്വാമിജി ഇരിക്കുന്ന ഈ വേദിയിൽ ഏകാദശി ദിവസം മാടക്കാവിൽ തറവാട്ടിൽ എനിക്ക് ഇവിടെ ഒരു അവാർഡ് കിട്ടും. ഇതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുവാൻ ഒരുപാടൊന്നും ഉണ്ടാവില്ല.
ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ ധന്യമായ അങ്ങേയറ്റം സന്തോഷപ്രദമായൊരു വേദിയിലാണ് ഇരിക്കുന്നത് നാം എല്ലാം. നമ്മെ സംബന്ധിച്ച് ഗുരുവായൂർ പൈതൃകത്തിൻ്റെ പരിപാടിക്ക് മുമ്പ് സംബന്ധിച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പാണെന്നൊന്നും ഓർമ്മയില്ല, കുറേ വർഷങ്ങളായി. ഇന്ന് വളരെ വളരെ സന്തോഷം തോന്നിയത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ഇവിടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്താൽ ആദരിക്കപ്പെട്ടു. അത് വലിയൊരു സന്ദേശമാണ്. പൈതൃകം ഭാരതീയ സംസ്കൃതിയെ കൂടുതൽ കൂടുതൽ സമുജ്ജീവിപ്പിക്കാൻ പരിശ്രമിക്കുന്നൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്കൃതിയുടെ സ്വത്വത്തെ ബോധിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതത്തിൻ്റെ യഥാർത്ഥമായ വീക്ഷണത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു ചടങ്ങാണ് വാസ്തവത്തിൽ ഈ ഒരു പുരസ്കാര ദാനം. അങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്. അതിന് കാരണമുണ്ട്, അത് അല്പം പറയാം. കുറച്ച് നേരത്തേക്ക് കൈയടിക്കണതായിട്ട് നിർത്തിയാൽ വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഒരു ആവേശവും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യടി കേട്ടിട്ട് വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അടുത്താക്ക് ഒന്ന് കൊടുത്തോളൂ, ഒരു ഗുണമുണ്ടാവും. ഇവിടെ ഇരുന്ന സമയത്ത് മുൻപ് പുരസ്കാരം നൽകപ്പെട്ടവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ISRO ചെയർമാൻ്റെ പേരും കാണുകയുണ്ടായി. അവിടെ വ്യക്തി എന്നതിനുപരി ISRO ചെയർമാൻ, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ, ഇവർക്കൊക്കെ പൈതൃകം പുരസ്കാരം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഭാരതീയ സംസ്കൃതിയുടെ യഥാർത്ഥമായ ചിത്രമാണ്. ഈ സംസ്കൃതി, ധർമ്മം എന്നൊക്കെയുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് ധർമ്മം എന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ധർമ്മം എന്ന ശബ്ദത്തെ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീജിയൻ എന്നതിന് തുല്യമായിട്ട് മനസ്സിലാക്കും. ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലും പശ്ചിമ പൂർവ്വ ഭാരതത്തിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ധർമ്മം എന്ന ശബ്ദം റിലീജിയൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ധർമ്മവും റിലീജിയനും തമ്മിൽ കുല ബന്ധമില്ല, ഒരു സംബന്ധമില്ല. റിലീജിയൻ വേറെയാണ്, ധർമ്മം വേറെയാണ്. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ഇംഗ്ലീഷ് അനുവാദം മാത്രം തലയിൽ വെച്ചിട്ടുള്ളവർ റിലീജിയനും ശാസ്ത്രവും ഭിന്നങ്ങളാണ്, റിലീജിയനും ശാസ്ത്രത്തിൻ്റെ ചിന്താഗതിയും വിരുദ്ധങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാടായിരിക്കും അവർക്ക് ലഭിക്കുക. ഇത് റിലീജിയനെ സംബന്ധിച്ച് ശരിയാണ്, പക്ഷെ ധർമ്മത്തെ സംബന്ധിച്ച് തെറ്റാണ്. കാരണം ഇവിടെ ശാസ്ത്രം, ആധ്യാത്മികത, ധാർമ്മികത എന്നതൊന്നും ഭിന്നമല്ല.
ഭാരതത്തിൻ്റെ ചിന്താഗതിയിൽ അവ പരസ്പര പൂരകങ്ങളാണ്. ഒരു ചെറിയ ദൃഷ്ടാന്തം മാത്രം പറയാം. വിസ്തൃതമായി വിപുലമായൊരു പ്രഭാഷണത്തിനൊന്നും നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റുപിടിച്ച് 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ അമൃത് കാൽ എന്ന് പറയുന്നത് വികസിത് ഭാരത് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതി ഇന്ന് 77 വർഷം കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് എത്തി നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മളെപ്പോലെയുള്ളവര് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഭാരതത്തിലെ എല്ലാവരും ഉൾക്കൊണ്ട് ഉള്ളൊരു നന്മ നിറഞ്ഞൊരു ഭാരതം. ഇന്ന് നമ്മള് ഇവിടെ കാലത്ത് ഇന്ന് ഭജന കഴിഞ്ഞപ്പോൾ സ്വാമിജി അവിടെ പറഞ്ഞിരുന്നു, ആ ഒരു മാറ്റത്തിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചു എന്നുള്ളതിൽ എന്നും ഞാൻ പറയുന്നത് മനസ്സാക്ഷി. അതിനേക്കാൾ ഭംഗിയുള്ള ഒരു വാക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിനെ കോൺഷ്യൻസ് എന്നൊക്കെ പറയണം. പക്ഷെ മനസ്സാക്ഷി എന്ന് പറയുന്നതിനായിരിക്കും ഏറ്റവും വലിയ വാക്ക്. കാരണം മനസ്സിനകത്തെ ഒരു സാക്ഷി, എ വിറ്റ്നസ് ഇൻസൈഡ് യുവർ മൈൻഡ്. നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ പറഞ്ഞ ഒരു ക്രിമിനൽ കേസിൽ ഒരു കോടതിയിൽ ഒരു ആക്ച്വൽ വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിറ്റ്നസ് ഞാനിത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിയമവും നടക്കില്ല. നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഈശ്വര തത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെന്നറിയാം. ബാദരായണ മഹർഷി. എങ്കിൽ ഈശ്വര തത്വത്തെ നിഷേധിച്ച ചാർവാകനോ നമുക്ക് മഹർഷിയാണ്. അദ്ദേഹത്തെ നമ്മൾ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത കപിലൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരൊക്കെ വെച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഭാഗവത പ്രസിദ്ധനായ ദേവഹൂതി പുത്രനായ കപിലനാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആ കപിലനെ അല്ല ഉദ്ദേശിച്ചത്, മറിച്ച് സാഖ്യ ദർശനത്തിന്റെ ഉപജ്ഞാതാവായ കപിലൻ, സാഖ്യ സൂത്രങ്ങളുടെ കർത്താവായ കപിലൻ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവിടെ നിന്ന് യോഗദർശനത്തിലേക്ക് വരുമ്പോഴാണ് സാഖ്യൻ പറഞ്ഞ പ്രകൃതി, പുരുഷൻ എന്നിവയുടെ കൂടെ ഈശ്വരൻ കൂടി ചേരുന്നത്. അവിടെ ഒരു വിശേഷ പുരുഷനായിട്ട് ഈശ്വരനെ അവതരിപ്പിക്കുന്നു ഭഗവാൻ പതഞ്ജലി മഹർഷി. പക്ഷേ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും കപിലൻ നമുക്ക് മഹർഷിയാണ്. ചിന്തിക്കുക. ആയുർവേദത്തിന്റെ സുസൂക്ഷ്മ തത്വങ്ങൾ ഉപദേശിച്ച സുശ്രുതനും ശരകനും നമുക്ക് മഹർഷിമാരാണ്. അല്ലെങ്കിൽ കലയുടെ, അത് നൃത്തമായാലും സംഗീതമായാലും, സംഗീതത്തിൽ നാരദനായാലും പിങ്കളനായാലും, സകല നൃത്തത്തിൻ്റെയും അടിസ്ഥാനമായ നാട്യകാരനായാലും നമുക്ക് മഹർഷിമാരാണ്. ഇതാണ് ഭാരതീയ വീക്ഷണം. ഇവിടെ ഗണിതശാസ്ത്രവും, ഇവിടെ ജ്യോതിശാസ്ത്രവും, ഇവിടെ വാനനിരീക്ഷണവും എല്ലാം ശാസ്ത്രത്തിൻ്റെ സമഗ്രമായ ഭാവങ്ങളാണ്. എല്ലാത്തിനെയും സമാശ്ലേഷിച്ചതാണ് ഭാരതീയ സംസ്കൃതി, സനാതനധർമ്മം. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ റിലിജിയൻ എന്ന് പരിമിതപ്പെടുത്തി പറയരുതേ. അങ്ങനെ പറഞ്ഞാൽ എന്നും റിലിജിയനും ശാസ്ത്രവും വിരുദ്ധ ചേരുകയില്ല. ഈ ഒരു ഭാരതീയ ധർമ്മ ദർശനത്തിൻ്റെ തനി വിളംബരമാണ് പൈതൃകം. ഇങ്ങനെയുള്ള മഹാന്മാരെ, ശാസ്ത്രജ്ഞന്മാരെ, മാനേജ്മെൻറ്റ് എക്സ്പേർട്സിനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നത്. വളരെ ഉചിതമായി ഇന്നത്തെ തിരഞ്ഞെടുക്കലും സന്തോഷപൂർവ്വമാണ് നോക്കിക്കാണുന്നത്. കാരണം ഇവിടെ അദ്ദേഹത്തിനെ പ്രസംഗിച്ചപ്പോൾ എല്ലാ മേഖലകളിലും ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. സാമ്പത്തികമായിട്ടായാലും, സൈനികമായിട്ടായാലും, കയറ്റുമതിയിലായാലും, നവീന സാങ്കേതിക വിദ്യകളിലായാലും
ഇനി ഹെവി എക്യുപ്മെൻസിൻ്റെ വിഷയത്തിലായാലും യുദ്ധോപകരണങ്ങളുടെ വിഷയങ്ങളിലായാലും എല്ലാം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാരതം ഒട്ടും താമസിയാതെ ലോകത്തിലെ മൊത്തം 3-ാം സാമ്പത്തിക ശക്തിയായി തീരുമെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, 1947 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എണ്ണപ്പെട്ട 200 യൂണിവേഴ്സിറ്റികളിൽ ഒന്നുപോലും ഭാരതത്തിൽ നിന്നുണ്ടായിരുന്നില്ല. ഇന്ന് അനേക യൂണിവേഴ്സിറ്റികൾ ലോകോത്തര നിലവാരത്തിൽ റാങ്കിങ് ലഭിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിലായാലും ഇനി കലാമേഖലകളിലായാലും നമ്മൾ കുതിച്ചുയരുകയാണ്. 2036 ഒളിമ്പിക്സ് ആവുമ്പോഴത്തേക്ക് ഭാരതം ഒട്ടനവധി പ്രതിഭകളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കൊച്ചു കുട്ടികളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ സ്കൂൾ കുട്ടികളെ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളെ തെരഞ്ഞെടുത്ത് വ്യത്യസ്ത മേഖലകളിൽ കോച്ചിങ് നടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഭാരതം ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായാൽ ഇന്ത്യ തന്നെയല്ലേ തുടരൂ. ഇന്ത്യ തുടരുമ്പോൾ മാക്സ് മുള്ളറുടെയും മെക്കാളയുടെയും സന്തതികളായ നമ്മൾ തന്നെയല്ലേ ഇവിടെ നാളെ സ്ഥാനങ്ങളിൽ ഉണ്ടാവുക. ഇവിടെയും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അനേകം സ്കോളേഴ്സിനെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഭാരതീയ ജ്ഞാന പരമ്പരയിൽ ആഴ്ന്ന അറിവുള്ള ധാരാളം സ്കോളേഴ്സിനെ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ ചെറിയ ഉദാഹരണത്തിന് ഈ വർഷം 108 PhD-ക്കാരെ, PhD-ക്ക് തയ്യാറാവുന്ന 108 പേരെ ഭാരതീയ വിജ്ഞാന പരമ്പരയിൽ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണിതെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകം മുഴുവനുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡോളജി കൈകാര്യം ചെയ്യുന്ന പ്രൊഫസർമാർ മിക്കവാറും ഭാരത വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നവരാണ്. കാരണം അവർക്ക് കിട്ടിയ ഇൻപുട്ട് അങ്ങനെയാണ്. അത് മാറി വരണമെങ്കിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കണം. ആ പരിവർത്തനം സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ പരിവർത്തനമാണ്. ആ പരിവർത്തനം സാംസ്കാരികവും കലാപരവുമായ പരിവർത്തനമാണ്. ആ പരിവർത്തനത്തിന് പ്രവർത്തിക്കുന്ന മഹാത്മാക്കളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ അവശ്യ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുക്കൽ വളരെ നന്നായെന്നും ഈ സഭ സന്തോഷകരമാണെന്നും പറഞ്ഞത്. അത് ഹാർദമായി പറയുകയാണ്, അല്ലാതെ ഒരു വേദിയിൽ ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യുന്ന 2 പരിപാടിയും നമുക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ശ്രീ മധു നായർക്ക് ഈ പുരസ്കാരം കൊടുത്തതിലുള്ള സന്തോഷം. മറ്റൊന്ന്, അദ്ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ 2 വാക്കുകൾ, 2 വാക്യങ്ങൾ, അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. ഒന്ന്, ധാരാളം സാധ്യതകൾ ഉണ്ടായിട്ടും ഭാരതത്തിൽ പ്രവർത്തിക്കാൻ താൻ വന്നതിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് നമുക്കെല്ലാം ശ്രദ്ധേയമാണ്. കാരണം ഇന്ന് ഒരു ആവറേജ് രക്ഷിതാക്കളുടെ, അഥവാ കുറച്ചുകൂടി നല്ല വാക്ക് പറയട്ടെ, ആർക്കും ദേഷ്യം തോന്നരുത്, അച്ഛനമ്മമാരുടെ, എന്താ സ്വാമി രക്ഷിതാവ് മാറ്റി അച്ഛനമ്മമാരാക്കിയത്? അച്ഛനമ്മമാർ ജൈവികമാണ്. അച്ഛനമ്മമാർ ജൈവികമാണ്, രക്ഷിതാക്കൾ ജൈവികമല്ല. അതിനെത്രയോ ഉപരിയാണ്. ചിന്തിച്ചോളാം. തിരിച്ചു പോകുമ്പോൾ പലരും കുട്ടികളെ കോളേജിൽ ചേർക്കണം, അധികം യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിൽ, അത് ഇത്, എന്നിട്ട് കയറ്റി അയക്കാനുള്ളൊരു ചരക്കാക്കി മാറ്റണം. ഒരു കയറ്റുമതി ചരക്ക്. എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിനുള്ളതാണ്. അത് സംശയമില്ല. അത് അമേരിക്കയാണോ, കാനഡയാണോ, ന്യൂസിലാൻഡാണോ, ഓസ്ട്രേലിയ ആണോ, ഇങ്ങനെ കുറച്ച് ചർച്ചകളുണ്ടാവും. പക്ഷെ എന്തായാലും എക്സ്പേർട്ട് ആയി എന്ന് പറഞ്ഞാൽ ഉടനെ എക്സ്പോർട്ട്. ചെറിയൊരു EO ആവുന്ന വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. 10ാം ക്ലാസ് നമ്മൾ പാസ്സാവുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപ ഈ സൊസൈറ്റി നമുക്ക് വേണ്ടി ചെലവഴിച്ചു? ഞാൻ ചിന്തിക്കുന്നതാണ്, ഞാൻ നിത്യം ചിന്തിക്കുന്നതാണ്. ഞാൻ എത്ര പഠിച്ചു, എത്ര ഭൗതികമായി പഠിച്ചു, അതൊന്നും നിങ്ങളോട് പറയാൻ പോകുന്നില്ല.
പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ തൽക്കാലം കൂട്ടിയാൽ മതി. അപ്പൊ 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സാവുമ്പോഴത്തേക്ക് ഈ സമൂഹം എനിക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ചെലവാക്കും? എത്ര പേര് കണക്കൂട്ടാറുണ്ട്? ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സ്റ്റുഡൻസിന്റെ എണ്ണം എനിക്ക് വേണ്ടി ചെലവാക്കി കഴിയും. പക്ഷേ ഞാനത് ഓർക്കുന്നില്ല. എന്ന് വെച്ചാൽ പുറത്തു പോയി ജോലി ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ ചിദാനന്ദസ്വാമി പറഞ്ഞു ആരും ധരിക്കരുത്, പുറത്തു പോകണം, ഭാരതത്തിന്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തണം. നമ്മൾ ഇന്ന് പല രാജ്യങ്ങളിലും വേദാന്ത ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പല പ്രഗത്ഭന്മാരുമായി പരിചയപ്പെടുമ്പോൾ അവരൊക്കെ അധികവും ഭാരതീയരാണ്. അത് അമേരിക്കയിലായാലും ഇനി കാനഡയിലായാലും ഓസ്ട്രേലിയയിലായാലും യൂറോപ്പിലായാലും ഒക്കെ തന്നെ പ്രഗത്ഭന്മാരായ മെഡിക്കൽ എക്സ്പേർട്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ കാണുമ്പോൾ അവർ പലരും ഭാരതീയരാണ്. പല ശാസ്ത്രജ്ഞന്മാരുമായി ചർച്ചയ്ക്ക് ഏർപ്പെടുമ്പോൾ അവർ ഭാരതീയരാണ്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പായി റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഭാരതീയർ 1 or 2 എങ്കിലും കാണും. അത് കാണുമ്പോൾ അഭിമാനമാണ്. പക്ഷെ അതേ സമയത്ത് അവര് ഭാരതം എന്നുള്ള ബോധമില്ലാത്തവരായി കുടിയേറി സ്വന്തം തന്നെ താനാക്കി വളർത്തിയ അമ്മയെ വിസ്മരിച്ച് അവിടുത്തെ പൗരന്മാരായി അവര് സമ്പാദിക്കുന്ന ഒരു ചില്ലുവാനം പോലും ഭാരതത്തിലേക്ക് തരാതെ കഴിഞ്ഞുകൂടിയാൽ പിന്നെ എന്ത് കാര്യമുള്ള ഭാരതത്തിന്? ചിന്തിക്കുക. അതുകൊണ്ട് മറ്റനേകം സാധ്യതകൾ ഉണ്ടായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്ന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്ക് നമ്മളെല്ലാവരും ഒന്ന് ഹൃദയത്തിൽ എഴുതിയിട്ടാൽ നല്ലതായിരിക്കും. അതാണ് ഒരു വാചകം. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു, സത്യസന്ധത. സത്യ സർവം പ്രതിഷ്ഠിതം. സത്യത്തിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നമുക്ക് വലിയ വേദാന്തം പ്രസംഗിക്കാൻ എളുപ്പം കഴിയും, കുറച്ച് പഠിച്ചാൽ മതി. ഒരു 108 ഉപനിഷത്തും തർക്കശാസ്ത്രവും പഠിച്ചു കഴിഞ്ഞാൽ, സംസ്കൃതജ്ഞാനം ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും നമുക്ക് വേദാന്ത അസലായി പ്രസംഗിക്കാം. പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി അവാർഡ് മേടിക്കാം, ദക്ഷിണയും മേടിക്കാം, സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഉപനിഷത്ത് പറഞ്ഞത് നമ്മളിൽ ഉപനിഷത്ത് പ്രവേശിച്ചിരിക്കണമെങ്കിൽ, നമ്മുടെ മസ്തിഷ്കത്തിലൂടെ ഉപനിഷത്ത് വന്ന് സദസ്സിൽ അങ്ങോട്ട് പരന്നു പോയാൽ മതിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മിൽ ഉപനിഷത്ത് ഇരിക്കണമെങ്കിൽ അതിന് അവശ്യം വേണ്ടത് ഒന്നാണ്. ഉപനിഷത്ത് പറയുന്നത് സത്യമായ ധനം എന്നാണ്. സത്യമാണ് അടിസ്ഥാനം. അത് ഓർമ്മിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാമെങ്കിൽ മറ്റെല്ലാം നമ്മിൽ പ്രതിഷ്ഠിതാവും. അത് മാത്രമേ പറയാനുള്ളൂ. കല നമ്മിൽ പ്രതിഷ്ഠിതാവും, സാഹിത്യം നമ്മിൽ പ്രതിഷ്ഠിതാവും. ആ കല ഏതായാലും, ചിത്രമായാലും ശില്പമായാലും നൃത്തമായാലും സംഗീതമായാലും, ഇതിലൂടെ എല്ലാം നമുക്ക് ഭാരതത്തിൻ്റെ യശസ് ഉയർത്താനാണുള്ളത്, എല്ലാത്തിലൂടെയും. കാരണം ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ എല്ലാ അർത്ഥത്തിലും ഉയരണം, എല്ലാ അർത്ഥത്തിലും, എല്ലാ ഭാവത്തിലും. ഒറ്റ വാക്കിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഭാരതം ഒരിക്കലും വികസിതമാകരുത് എന്നാണ്. എന്നും വികസ്വരമായിരിക്കണം. വികസിതമായാൽ പിന്നെ ഒരു ഗോളില്ല. ലോകത്തിൽ ഡെവലപ്ഡ് നേഷൻസ് ഇല്ല. ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിച്ചാൽ ഞാൻ അതിനെ എതിർക്കും. ലോകത്തിൽ ഡെവലപ്ഡ് നേഷൻ ഇല്ല, ലോകത്തിൽ ഡെവലപ്ഡ് സയൻസ് ഇല്ല, ലോകത്തിൽ ഡെവലപ്ഡ് ടെക്നോളജി ഇല്ല. ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവർ ഒരടി മുന്നോട്ട് പോകാനില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യം വികസിതമാവരുത്, എന്നും വികസ്വരമായി മുന്നിലേക്ക് 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 പോകണം. ഇത് പറയാൻ കാരണം ഞങ്ങൾ വികസിതമാണെന്ന് പല രാജ്യങ്ങളും പറഞ്ഞു കുറച്ച് കാലങ്ങളായിട്ട്. രാജ്യത്തിന്റെ പേരൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വികസിതമാണ്, നിങ്ങളൊക്കെ തേർഡ് വേൾഡ് ആണ്. ഈ വികസിതമാണെന്ന് പറഞ്ഞ രാജ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കൂ. ഉദാഹരണത്തിന് ഏറ്റവും വലിയ പരിഷ്കാരം കൊട്ടിഘോഷിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ തെരുവിലൂടെ ഒന്ന് നടക്കൂ. കാറിലൂടെ അങ്ങ് പോയിട്ട് കാര്യമില്ല, തെരുവിലൂടെ നടക്കൂ. ഓരോ തെരുവിലും 10ഉം 100ഉം ചെറുപ്പക്കാർ, പെൺകുട്ടികളും ആൺകുട്ടികളും
ഒരു ഷെഡ് മാത്രം ഇട്ടിട്ടോ അല്ലെങ്കിൽ കീറിയ ഷർട്ട് ഇട്ടിട്ടോ ആകാശത്തേക്ക് നോക്കി കയ്യും തലയിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്ന കരയുന്ന രൂപമാണ് ഇന്ന് കാണുന്നത്. ഇതൊരു ഒരു സ്ഥാലിപുലാകം പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ ചോറ് വെന്തോ നോക്കാൻ എല്ലാ പറ്റും എടുത്ത് ഞെക്കി നോക്കില്ലല്ലോ. പാത്രത്തിൽ നിന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഞെക്കിയ ആ പാത്രത്തിൽ നിന്ന് മുഴുവൻ വെച്ചു. ആ സ്ഥാലിപുലാകം വെച്ചിട്ടാണ് പറയുന്നത്. ഇതാണ് കാഴ്ച. കോളേജുകളിൽ ഹയർ യൂണിവേഴ്സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ തദ്ദേശീയർ പഠിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒരു +2 ലെവൽ എത്തുമ്പോഴത്തേക്ക് പഠനമൊക്കെ നിർത്തി മറ്റ് ജോലികളിലേക്ക് വ്യാപരിക്കുന്നു. ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നവരുടെ എണ്ണം ഒരു എത്ര % കുറഞ്ഞു എന്നുള്ളത് കണ്ടറിയണം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഏറെയും പഠിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ വികസിതമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഗോളില്ല, ഒരു ഡ്രീമില്ല, ഒരു സ്വപ്നമില്ല. ഏതെങ്കിലും കുട്ടികളെ നശിപ്പിക്കണമെങ്കിൽ അവർക്ക് മുകളിൽ നിങ്ങൾ അവാർഡുകൾ ചൊരിഞ്ഞാൽ മതി. കൊതുവിനെ കൊല്ലുവാൻ എന്തു നല്ലു ഗരുഡരെ എന്ന് വിളിച്ചു നോക്കൂ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രം എല്ലാ മേഖലകളിലും മുന്നേറുന്ന, ലോകത്തിന് മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാം സ്വപ്നം കാണണം. വീണ്ടും വീണ്ടും അന്വേഷണ ത്വര നമ്മെ മുന്നിലേക്ക് നയിക്കുന്ന, വീണ്ടും വീണ്ടും വികസന ത്വര നമ്മെ മുന്നിലേക്ക് നയിക്കുന്ന. പക്ഷേ ആ മുന്നോട്ട് പോണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അവിടെയാണ് ഈ പൈതൃകം എന്ന പേര്. എന്താ അത്? പിന്നോട്ടു മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. അത്രയേ ഉള്ളൂ. പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതാളുകൾ. ഇതിലടങ്ങി. കാരണം നമ്മുടെ പിന്നിലേക്ക് ഉറച്ച കാൽവെപ്പുണ്ടെങ്കിലേ അങ്ങോട്ട് മാത്രമേ കാല് മടങ്ങുള്ളൂ. മുന്നോട്ട് മടക്കാൻ കഴിയില്ല മനുഷ്യൻ. എത്ര ശ്രമിച്ചാലും മടക്കാൻ കഴിയില്ല. കഷ്ടകാലത്തിന് മടങ്ങിപ്പോയാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഡോക്ടറെ എൻ്റെ കാല് മുന്നോട്ട് മടങ്ങുകയാണ്, എന്തെങ്കിലും സർജറി ചെയ്തിട്ടൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കേണ്ടി വരും. സ്വന്തം പൈതൃകത്തിൽ ഉറച്ച കാൽവെപ്പുകൾ, സ്വന്തം പാരമ്പര്യത്തിലേക്ക് പിന്നിലേക്ക് ഉറച്ച കാൽവെപ്പുകൾ. നമ്മൾ കുറേ കാലം അതിനെ മറന്നുപോയി. നമ്മൾ കുറേ കാലം മാക്സ് മുള്ളറുടെയും മെക്കാളയുടെയും മക്കളായിപ്പോയി. ഇപ്പോൾ മാറി ചിന്തിക്കുന്നു. സ്വത്വത്തിലേക്ക് നമ്മൾ ഉയരുന്നു. ആ സ്വത്വത്തിലേക്ക് ഉയരുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ലോകം മുഴുവൻ കാണുന്നു. ലോകം മുഴുവൻ അതിനെ കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ്. എങ്ങനെ ത്വരിതപ്പെടുത്തുക? പൈതൃകത്തെ ബോധിപ്പിച്ച്. ഈ പൈതൃകം എന്നുള്ള ശബ്ദം വളരെ ഈ സംസ്കൃത ഭാഷയിൽ ഒരു വിഷമം പിടിച്ച ശബ്ദമാണ്. എന്താ സ്വാമി ലളിതമാണല്ലോ എന്ന് ചിലർക്ക് തോന്നും. അല്ല. കാരണം പിതൃശബ്ദത്തിന് സാധാരണ ഏതൊരു സംസ്കൃത ശബ്ദത്തിന്, ഈ കൂട്ടത്തിൽ സംസ്കൃത വിദ്വാൻമാരുണ്ടെന്നറിയാം, അവരുടെ ഒരു അറിയുന്നതാണെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏത് ശബ്ദമായാലും ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും അർത്ഥം ഒന്നാണ്. ഇപ്പൊ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മരം, വൃക്ഷേ എന്ന് പറഞ്ഞാലോ 2 മരങ്ങൾ, വൃക്ഷാണി എന്ന് പറഞ്ഞാൽ അനേക മരങ്ങൾ. അങ്ങനെയാണ് ഏകവചനവും ദ്വിവചനവും ബഹുവചനം ഒരേ അർത്ഥം. എന്നാൽ പിതൃശബ്ദത്തിൽ മാത്രമാണ് അതിൽ മാറ്റമുള്ളത്. പിതൃശബ്ദം ഏകവചനത്തിൽ ഉപയോഗിച്ചാൽ അച്ഛൻ എന്നാണ് അർത്ഥം. പിതൃശബ്ദം ദ്വിവചനത്തിൽ ഉപയോഗിച്ചാൽ അച്ഛന്മാർ എന്നല്ല അർത്ഥം. പിന്നെയോ അച്ഛനും അമ്മയെന്ന. ഈ വേറൊരു ശബ്ദം സംസ്കൃതത്തിൽ ഇങ്ങനെയില്ല. പിതാന്ന് പറഞ്ഞാൽ അച്ഛൻ, അത് പിതൃശബ്ദത്തിന്റെ പ്രഥമ ഏകവചന രൂപമാണ്. ദ്വിവചനത്തിൽ പിതരൗ എന്ന് പറഞ്ഞ അർത്ഥം 2 അച്ഛന്മാർ എന്നല്ല, അമ്മയും അച്ഛനും എന്നാണ്. അപ്പൊ പൈതൃകം എന്ന് പറഞ്ഞാൽ പിതൃസംബന്ധിയായത്, നമ്മുടെ പിതൃസംബന്ധിയായതാണ് പൈതൃകം. എന്താണ് നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് തന്നത്? ആരാണ് നമ്മുടെ അമ്മയും അച്ഛനും? അവരെന്ത് നമുക്ക് തന്നു? ഇതോർമ്മിക്കുക. ഇതോർമ്മിക്കണമെങ്കിൽ നമ്മൾ വേദത്തിലേക്ക് പോകണം, നമ്മൾ തന്ത്രത്തിലേക്ക് പോകണം, നമ്മൾ വേദാംഗങ്ങളിലേക്ക് പോകണം.
നമ്മൾ ഉപവേദങ്ങളിലേക്ക് പോകണം. നമ്മൾ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ധർമ്മശാസ്ത്രങ്ങളിലേക്കും പോകണം. അത് അതിവിപുലമാണ്, അതിവിപുലമാണ്. എന്നല്ല, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ള കലകളിലേക്ക് പോകണം. ഏതെങ്കിലും ഒരു കല പഠിച്ചാൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം. 2 കല പഠിച്ചാൽ പറയുന്നുണ്ട്, 64 കലയൊന്നും പഠിക്കാൻ പോണ്ട. 2 കല. ഉദാഹരണം പറഞ്ഞാൽ നല്ലൊരു അക്കൗണ്ടൻ്റ് ആയി എന്ന് വെച്ചോളൂ. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കലകളിൽ പെട്ടതാണ്. സുഖമായി ജീവിക്കാം. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ലോകമുള്ള കാലത്തോളം, മനുഷ്യൻ വ്യവഹാരമുള്ള കാലത്തോളം നിലനിൽക്കുന്നതാണ്. ബുക്ക് കീപ്പിംഗ് ആയാലും, അല്ലെങ്കിൽ വേണ്ടില്ല ഇൻറ്റീരിയർ ഡെക്കറേഷൻ കലകളിൽ പെട്ടതാണ്. 64 കലകളിൽ പെട്ട ഒന്നാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ. എല്ലാ കാലത്തും അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പൊ കപ്പൽ നിർമ്മാണം, യാനതന്ത്രം, അത് കലകളിൽ പെട്ടതാണ്. അത് കാലത്തിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും. ചിന്തിക്കുക, അതാണ് നമ്മുടെ ഭാരതീയ വീക്ഷണം. ഇവിടെ ഒന്നും അന്യമല്ല. കാലത്തിനനുസരിച്ച് നമുക്ക് സ്വയം പാകപ്പെടുത്താൻ സാധിക്കണം. ഇന്നലെകളിലെ അറിവ് അതിൽ കാലുറച്ച് ഇന്നിലേക്ക് ഉയരാനും നാളെയിലേക്ക് വികസിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഭാരതീയ തത്വചിന്തയനുസരിച്ച്, ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് നവമായ ഒരറിവിനെയും നമ്മൾ അന്യമായി കണ്ടിട്ടില്ല. ഈ കാഴ്ചപ്പാട് എല്ലാവരും ഉൾക്കൊണ്ടേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു തരം മതവീക്ഷണമുള്ളവരായി പോകും. ഒരു റിലീജിയസ് റിജിഡിറ്റി എന്ന് പറയില്ലേ, ആ റിലീജിയസ് റിജിഡിറ്റി നമുക്ക് വരും. അത് പാടില്ല. ധർമ്മത്തിൻ്റെ വിശാല വീക്ഷണം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്ന, അതാണ് ഭാരതത്തിൻ്റെ വിശേഷം. നോക്കൂ, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്നതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ വേദത്തിൽ കാണുന്ന അല്ലെങ്കിൽ വൈദിക ശാസ്ത്രങ്ങളിൽ കാണുന്ന സന്യാസിമാരുടെ ജീവിതക്രമം എന്തായിരുന്നു? വേദത്തിലും വൈദിക ശാസ്ത്രങ്ങളിലും കാണുന്ന സന്യാസിയുടെ ജീവിതക്രമം 8 മാസവും നിരന്തരം സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ഗ്രാമത്തിലെത്തിയ ഒരു രാത്രി തങ്ങാം, ഒരു ക്ഷേത്രത്തിൽ 3 രാത്രി തങ്ങാം, ഒരു വലിയ തീർത്ഥത്തിലെത്തിയാൽ 5 രാത്രി തങ്ങാം, നഗരത്തിൽ 7 രാത്രി, അതിൽ കൂടുതൽ വയ്യ. ദിവസം നടന്നോളണം. തോരാതെ മഴ പെയ്യുന്ന 4 മാസക്കാലം നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചാതുർമാസ്യത്തിൽ ഒരിടത്ത് അടങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞു. കാലം മാറി. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വന്നു. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു, ഇങ്ങനെ പോരാ, സമൂഹത്തിൽ ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്യണം, വേദാന്ത പ്രചരണം ചെയ്യണം. അതിനായിക്കൊണ്ട് മഠസ്ഥാപനം ചെയ്തു. അത്യത്ഭുതമാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തിൻ്റെ 4 കോണുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഈ 4 മഠങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ 2 നേർരേഖ വരയ്ക്കുക. ഇന്ന് തന്നെ പോയിട്ട് മനുഷ്യപ്പം തന്നെ ചെയ്തോളൂ. സ്മാർട്ട് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഒന്ന് ബന്ധിപ്പിച്ച് നേർരേഖ വരച്ചു നോക്കൂ. അപ്പോൾ കൂട്ടിമുട്ടുന്ന കോണ് 90 ഡിഗ്രിയാണ്. ഇനി ആ കൂട്ടിമുട്ടുന്ന ബിന്ദു, അവിടെ നിന്ന് മഠം കേന്ദ്രമായി ഒരു റേഡിയസ് എടുത്തിട്ട് ആ റേഡിയസ് വെച്ച് 4 വൃത്തം വരച്ചു നോക്കൂ. ഒന്ന് ശ്രമിച്ചു നോക്കൂ. തന്നെ അഖണ്ഡ ഭാരതം കിട്ടും. ഇത് ആ കാലഘട്ടത്തിൽ യാത്രാ സൗകര്യം ഒട്ടുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെ ചെയ്തു ശങ്കരാചാര്യ സ്വാമികൾ? എന്നിട്ട് ഭാരതത്തെ, അഖണ്ഡ ഭാരതത്തെ 4ആയി വിഭജിച്ച് ഓരോ പ്രദേശത്തിൻ്റെയും ആധിപത്യം ഓരോ മഠത്തിന് കൊടുത്തു. അവിടെ എത്ര നാട്ടുരാജാക്കന്മാരുണ്ടെങ്കിലും ആ നാട്ടുരാജാക്കന്മാർ മുഴുവൻ തന്നെ ഈ മഠത്തിനനുസൃതമായിട്ട് അവരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ദേശീയ സംഗ്രഥനം, നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകൾ പ്രസംഗിക്കാറുണ്ട്. ദേശീയ സംഗ്രഥനം, ഉദ്ഗ്രഥനമല്ല, സംഗ്രഥനം എന്നുള്ളത് ഇത്ര വ്യക്തമായി ശങ്കരാചാര്യർ വിഭാവനം ചെയ്തു. പരിവർത്തനം വന്നു. ഈ പരിവർത്തനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വന്നു. നമ്മൾ വിവിധ മഠങ്ങൾ വന്നു. അവിടെ നിന്ന് ദീക്ഷിതരായവർ പല പ്രദേശങ്ങളിൽ പോയി ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അതങ്ങനെ വ്യാപിച്ച് ലോകം മുഴുവൻ എത്തി.
എന്തിനീ മഠത്തിന്റെ പറഞ്ഞു വെച്ചാൽ സന്യാസിയുടെ മാത്രമല്ല, ഇതുപോലെയാണ് എല്ലാവരുടെ ജീവിതക്രമങ്ങളിലും കാലത്തിനനുസരിച്ച് പരിവർത്തനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. ആ പരിവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മാധ്യമമാണ്. ഒരു 10-50 വർഷം മുമ്പാണെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ അവിടെ മാതൃഭൂമി, പിന്നെ ഏതാ മനോരമ, പിന്നെ ആകാശവാണി, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ദൂരദർശൻ, ഇതൊക്കെയായി. ഇപ്പോഴോ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ മാധ്യമമാണ്. ശരിയല്ലേ പറഞ്ഞത്? ഇതിൽ കൂടുതൽ ആർക്കാ ഫേസ്ബുക്ക് ഇല്ലാത്ത? എന്തൊക്കെ പറയും? ഇത് കൂടുതൽ ആർക്കെങ്കിലും വാട്സാപ്പ് ഇല്ലാത്തതുണ്ടോ? എന്തൊക്കെ പറയാ? ഉണ്ടാവില്ല. മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഒരു മുത്തശ്ശി ഒരു 88-89 വയസ്സുണ്ടാവും. സ്വാമിയെ നിങ്ങൾ, ഞാനിപ്പോൾ നിന്ന് സ്വാമി ഒന്നും ശരിയായിട്ടില്ല, ആംഗിൾ ശരിയല്ല, ഇത് സെൽഫി എടുക്കാനാ, എന്തിനത്? ഞാൻ എന്തിനാ മുത്തശ്ശി? ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാ. ശരി, സന്തോഷം, നല്ലത്, സന്തോഷമായി. കാരണം നമ്മളെല്ലാവരും തന്നെ ഇന്ന് ജീവിക്കുന്നത് അത്രയ്ക്കധികം സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്ത വാർത്താവിനിമയ സാധ്യതകളുള്ള ഒരു ലോകത്താണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഈ പൈതൃകത്തിൻ്റെ ഉറച്ച കാൽവെപ്പിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കാൻ വേണ്ടി ഭാരതത്തെ തയ്യാറാക്കാൻ, സ്വയം തയ്യാറാവാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് മറ്റൊരാളെ കുറ്റം പറയുന്നതിൽ അർത്ഥമേ ഇല്ല. നാം എന്ത് ചെയ്യുന്നു, കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മളെ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നു, ഇതാണ് വിഷയം. അത് നമുക്ക് സാധിക്കുമെങ്കിൽ, അവിടെയാണ് പരംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികളുടെ ഒരു പ്രസംഗ സമാഹാരങ്ങൾക്ക് കൊടുത്തൊരു പേരുണ്ട്. സ്വാമിജി തിരഞ്ഞെടുത്തൊരു പേര് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട, എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന്. സൊസൈറ്റി മാറും, സൊസൈറ്റിയിലെ ക്രമങ്ങൾ മാറും, പക്ഷേ വാല്യൂസ് എറ്റേണലാണ്. അതൊരിക്കലും മാറില്ല, ഒരിടത്തും മാറില്ല. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ആ സനാതന മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വികാസത്തിൻ്റെ സകല മേഖലകളിലേക്കും ഉയരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുതകുന്ന പദ്ധതികൾ ഇവിടെ പൈതൃകം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു എന്ന് നേരത്തെ ആമുഖ ഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി. കാരണം എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ്. കലയുണ്ട്, മറ്റ് സാംസ്കാരിക മേഖലകളുണ്ട്, വേദപഠനമുണ്ട്, അതാണ് അടിസ്ഥാനം. വേദോഖിലോ ധർമ്മമൂലം, ധർമ്മമൂലം വേദമാണ്. വേദപഠനമുണ്ട്, കലാമേഖലകളുണ്ട്, സാംസ്കാരിക മേഖലകളുണ്ട്, ശാസ്ത്രമേഖലകളുണ്ട്, ഒട്ടനവധി മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പൈതൃകത്തിൻ്റെ പ്രവർത്തനം എന്ന് നേരത്തെ ആമുഖം കേട്ടപ്പോൾ മനസ്സിലായി. വളരെ വളരെ സന്തോഷം. അത് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. ആ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെല്ലാം കൂട്ടുത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി. കൂട്ടുത്തരവാദിത്തമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാൾ സന്യാസി ഗൃഹസ്ഥനെയോ ഗൃഹസ്ഥൻ സന്യാസിയെയോ കുറ്റപ്പെടുത്തരുത്. സാഖ്യൻ യോഗിയെയോ യോഗി സാഖ്യനെയോ കുറ്റപ്പെടുത്തരുത്. താന്ത്രികൻ വേദാന്തിയെയോ വേദാന്തി താന്ത്രികനെയോ കുറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മാറി വരുന്ന ഏത് കലാരൂപങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാലത്തിനനുസരിച്ച് മാറി വരുന്നതിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ കൂടുതൽ നന്മയുടെ സന്ദേശം അതിലേക്ക് ഘടിപ്പിക്കാൻ. ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നു. എല്ലാ കാലം ഓർമ്മിക്കേണ്ടതാണ്. നീ അജ്ഞാനിയായിട്ട് ഒരാൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അവനെ സദ്വിഷയത്തിലേക്ക് പ്രേരിപ്പിക്കുക. അവിടെയാണ് നിന്റെ കഴിവ് വേണ്ടത്. അത് ശ്രദ്ധിക്കുക. വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് ഒരാളെ അകറ്റിയിട്ട് ഒരു പ്രയോജനമില്ല. ചിലപ്പോൾ എനിക്ക് ഒരു വസ്തു മനസ്സിലാവാത്ത ചില പാട്ടുകളൊക്കെ ചിലർ പാടി കേൾപ്പിക്കും. ഒരു വസ്തു മനസ്സിലാവില്ല. എന്തൊക്കെയാ അതിന് പേരെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചില എന്താ ബീറ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചുണ്ടുകൊണ്ടുള്ള ചില പരിപാടി വെച്ചിട്ട് ചില പാട്ടൊക്കെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് അവരെ അഭിനന്ദിക്കുക. അസലായിട്ടുണ്ട് മോനെ, അസലായിട്ടുണ്ട് മോളെ. എന്താ കാരണം? എതിർത്തിട്ട് കാര്യമില്ല.
അപ്പൊ ഒരു സന്യാസി ഇതിനെ അനുമോദിക്കുന്നു എന്ന് വരുമ്പോൾ അവർക്കതൊരു പരിവർത്തനമാണ്. തമാശയല്ല ഞാൻ പറയണത്, തമാശയല്ല. ഇന്ന് ഒരുപാട് പേര് നമ്മൾ ഇന്നത്തെ ഈ മാധ്യമങ്ങളിലൊക്കെ എന്നോട് എത്ര പേര് ചോദിച്ചു എന്നറിയോ, ഈ റാപ്പ് ഇന്നത്തെ ഒരു ട്രെൻഡായി വരികയാണ്. റാപ്പിനെ കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താ? റാപ്പ് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സാഹിത്യകാരൻ വരികൾ എഴുതി, പോയട്രി എഴുതിയിട്ട് അതിന് റിഥം കൊടുത്തു, സംഗീത സംവിധായകൻ റിഥം കൊടുത്തു. ഉദാഹരണം, വയലാർ എഴുതി മാനസേശ്വരി മാപ്പ് തരൂ പാട്ട്. മാനസേശ്വരി മാപ്പ് തരുമെന്ന് വയലാർ ആരെ കൊണ്ടാണ് എഴുതിയത്? എനിക്കും നിങ്ങൾക്കും അറിയില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ ആദ്യ പത്നിയെ കുറിച്ചാണെന്ന് ഊഹിക്കാം. കാരണം വയലാർ വളരെ ദുഃഖിതനായിരുന്നു ആ വിഷയത്തിൽ. പക്ഷെ ദേവരാജൻ മാഷ് അതിന് മ്യൂസിക് കൊടുത്ത് എന്താക്കി? അടിമകൾ സിനിമകളിൽ പാട്ടാക്കി. അത് നമുക്ക് ആസ്വദിക്കാലോ. എങ്കിൽ റിഥമായിട്ട് പോയട്രി എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? എന്തുകൊണ്ട് ആസ്വദിച്ചുകൂടാ? ചോദ്യമാണ്. അതുകൊണ്ട് എതിർക്കാതിരിക്കുക. എന്തിനെ എതിർത്തോ അത് വളരും. ജോഷേത് അതിൽ കയറി കൂടി അതിനെ പ്രേരിപ്പിക്കുക. റാപ്പ് മലയാള സിനിമയിലും പണ്ടുണ്ടായിട്ടുണ്ട്. പണ്ടൊരു പാട്ടിലിരുന്നോ, എനിക്ക് ഓർമ്മ വരില്ല, എന്താ കദളി ചെങ്കദളി എന്നൊക്കെ പറഞ്ഞിട്ട് റാപ്പാണ്. അത് പോയട്രി എഴുതിയിട്ട് മ്യൂസിക് കൊടുത്തതല്ല, മ്യൂസിക് പറഞ്ഞിട്ട് പോയട്രി എഴുതിയ റാപ്പാണ്. കാരണം റിഥം ആൻഡ് പോയട്രിയാണ് റാപ്പ്. ഇത് പറഞ്ഞതിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കാലത്തിനനുസരിച്ച് മാറി വരുന്ന പരിവർത്തനങ്ങളെ നോക്കിക്കാണാനും അവയ്ക്കനുസരിച്ച് സ്വയം പാകപ്പെടാനും കഴിയുന്ന ഒരു സമാജത്തിന് മാത്രമേ ലോകത്തിൽ നിലനിൽക്കാൻ കഴിയൂ. ഇത് സനാതന ധർമ്മത്തിൻ്റെ സവിശേഷതയാണ്. ഇത് ഇത് കഴിയാത്ത എല്ലാവരും ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഗ്രീസിന് മഹിമ ഇല്ലാഞ്ഞോട്ടാണോ? അപ്രത്യക്ഷമായില്ലേ? റോമിന് മഹിമ ഇല്ലാഞ്ഞിട്ടാണോ? അപ്രത്യക്ഷമായില്ലേ? എന്തുകൊണ്ട്? ചിന്തിക്കുക. അവിടെയൊക്കെ വനനശീകരണം ചെയ്ത് തോട്ടം വയ്ക്കുന്നവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആവർത്തിക്കുന്നു, വനനശീകരണം ചെയ്ത് തോട്ടം വയ്ക്കുന്നവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഫോറസ്റ്റ് വെട്ടിമാറ്റി പ്ലാന്റേഷൻ സ്ഥാപിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ പ്ലാന്റേഷൻ ഇഷ്ടം പോലെ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്തു? ആ പ്ലാന്റേഷന് ചുറ്റും വനം ഉണ്ടാക്കി. എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായി എന്നറിയില്ല. അതുകൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നത്. കൂടുതൽ ചിന്തിക്കുക, അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മെസപ്പൊട്ടാമിയൻ പോലെ, അല്ലെങ്കിൽ മായൻ പോലെ, ഇൻകോ പോലെ ഭാരതീയ സംസ്കാരം നശിക്കേണ്ടതായിരുന്നു. കാരണം അവിടെയൊക്കെ നശിപ്പിക്കാൻ ഏതാനും ദശകങ്ങളെ വേണ്ടി വന്നിട്ടുള്ളൂ തോട്ടക്കാർക്ക്, പ്ലാന്റേഷൻകാർക്ക്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താ പ്ലാന്റേഷൻ? ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. അതാണ് പ്ലാന്റേഷൻ. വനമതല്ല, വനത്തിൽ കളയും വിളയില്ല. വിശ്വഭവത്തി ഏക നീടം വസുധൈവ കുടുംബകം. നമ്മളെല്ലാം ഒന്നാണ്. അതാണ് വനം. ജൈവ വൈവിധ്യങ്ങൾ ഒന്നിച്ച് സ്നേഹപൂർവ്വം സഹവസിക്കുന്നതാണ് വനം. ശ്രദ്ധിക്കുക, തോട്ടം അതല്ല. തോട്ടം ഒന്ന് മാത്രം, ഒന്നിന് മാത്രം, ഒന്നിലൂടെ മാത്രം, ഒന്നിനു വേണ്ടി മാത്രം. അപ്പൊ ഈ പ്ലാന്റേഷൻ വന്നപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ വനം നശിച്ചു, പക്ഷെ ഭാരതത്തിൽ നശിച്ചില്ല. കാരണം ഭാരതം പ്ലാന്റേഷനെ എതിർക്കുകയല്ല ചെയ്തത്, കൂട്ടിപ്പിടിക്കുക ചെയ്തത്. ഉപസംഹരിക്കുകയാണ്. ഒരു ബിഷപ്പ്, ഇപ്പോൾ ഒരു ആർച്ച് ബിഷപ്പാണ്, അന്ന് ഈ സംഭാഷണം നടക്കുമ്പോൾ ബിഷപ്പാണ് എന്നോട് പറഞ്ഞു, സ്വാമിജി ഒരു നിവൃത്തിയില്ല ഈ പെൻഡക്കോസ്റ്റുകാരെ കൊണ്ട്, ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ അവർ കൺവേർട്ട് ചെയ്യുക. ആരാ പറഞ്ഞത്? കത്തോലിക്ക മതത്തിലെ ബിഷപ്പാണ്. ഞാൻ പറഞ്ഞു, അസാലായിട്ടുണ്ട്, ഞങ്ങളെ കുറെ മാറ്റിയില്ലേ, ഇനി നിങ്ങളെ മാറ്റട്ടെ. മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ, ഈ പറഞ്ഞ ഉത്തരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്ലാന്റേഷനെ വനാക്കുക. ഇവിടെ നിങ്ങൾ റബ്ബർ ഉണ്ടാക്കി 50 സെന്റിലെങ്കിൽ ആ 50 സെന്റിന്റെ ഔട്ട്സ്കേർട്ടിൽ ഞാൻ എന്ത് ചെയ്യും?
10 മാവ്, 10 പ്ലാവ്, 5 തെങ്ങ്, 4 കവുങ്ങ് കുഴിച്ചിട്ടു. മാറി, പ്ലാന്റേഷൻ മാറി. അതിനെ എതിർക്കാൻ പോണ്ട, അതിനെ എതിർക്കുന്നതിൽ അർത്ഥമില്ല. ഈ സന്ദേശം, ഇതാണ് സനാതന ധർമ്മത്തിന്റെ സന്ദേശം. ഇത് മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് നമ്മളെ സ്വയം നവീകരിച്ച്, എന്നാൽ ആ നവീകരണത്തിൽ അടിസ്ഥാന മൂല്യം അല്പവും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ലോകത്തെ നയിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഏറെ താമസിയാതെ ഉയരാം. അതിന് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിലുടനീളം വൈവിധ്യപൂർണങ്ങളായ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കണം. അവയെല്ലാം ഉണ്ടാക്കുന്ന ശക്തി, ഫലം ഒന്നാണ്. ആ ഒന്നിനു വേണ്ടി ഒന്നിക്കുക എന്ന് മാത്രം പറഞ്ഞ് സംഗച്ഛധ്വം സംവദധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ എന്ന ഋഗ്വേദ സൂക്തം ഭാഗം ഓർമ്മിപ്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത് ഇല്ലാന്നറിയിച്ചപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം. കൂടുതൽ നന്നായിട്ട് ഈ പൈതൃകത്തിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോട്ടെ. നമ്മുടെ എല്ലാവരുടെയും സഹയോഗം അതിനുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താ പ്ലാന്റേഷൻ? ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. അതാണ് പ്ലാന്റേഷൻ. വനമതല്ല, വനത്തിൽ കളയും വിളയില്ല. വിശ്വംഭവം, നമ്മളെല്ലാം ഒന്നാണ്. അതാണ് വനം. ജൈവ വൈവിധ്യങ്ങൾ ഒന്നിച്ച് ഭാരതത്തിൽ നശിച്ചില്ല. കാരണം ഭാരതം പ്ലാന്റേഷൻ എതിർക്കും.